ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജി ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് റെഡിയായി വന്ന സമയത്താണ് ഇഷിത അവിടേക്ക് വരുന്നത്. അപ്പോൾ ഇഷിത ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ എന്താ പറയാൻ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ, അതുകൊണ്ട് അതൊക്കെ കഴിയട്ടെ എന്ന് കരുതി. അപ്പോൾ ഇഷിത പറയാണ് എവിടെ പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇന്നലെ പൂത്തിരി കത്തുന്നത് പോലെ കത്തിയും പൊട്ടിയൊക്കെ തീർന്നു എന്ന് പറയാനിട്ട് ഇത് കേട്ട് പ്രിയാമണി മാഷും ആകെ ഞെട്ടി നിൽക്കാനിട്ട്. എന്താ മോളി പറയുന്നത്? ഇന്നലെ എല്ലാവരും എന്നോട് ക്ഷമ ചോദിച്ചു. എനിക്ക് അവിഹിതമില്ല, അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിലായി എന്ന് പറയട്ടോ. ഇന്നലെ ഒരു രഹസ്യം എന്നോട് പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു എന്ന് പറയട്ടോ മഹേഷ്. അപ്പോൾ എന്ത് രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ വിനോദിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഇഷിത. വിനോദ് മഹേഷിൻ്റെ അനിയനാണെന്നൊക്കെ പറയുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം സുജിക്കാണെന്ന് തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലേ, വിവാഹമോചനം അങ്ങനെയുള്ളതൊക്കെ? അതൊന്നുമില്ല. അപ്പോൾ സ്വപ്നവല്ലി ആൻറ്റി എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നതെന്നൊക്കെ ഇഷിത പറയും കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ മാഷിനും പ്രിയമണിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. ഇഷിത എന്നിട്ട് സുജിനെയും കൊണ്ടാണ് കേട്ടോ പോകുന്നത് ഇൻ്റർവ്യൂവിന്. അപ്പോൾ സുജിനെ അവിടെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്താണ് അവിടെ SI വരുന്നത്. SI ഇങ്ങനെ പറയുന്നുണ്ട്, ഇഷിതേ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു നീ, പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ നിന്നെ എനിക്ക് കിട്ടും, അന്ന് ഞാൻ നിന്നെ ശരിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട് അന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്ന പോലെ തന്നെ ഇനിയും ഞാൻ ഇറങ്ങിപ്പോരും, ഇനി അങ്ങനെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ SI എന്തായാലും അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതൊന്നും ഇഷിതയ്ക്ക് അറിയില്ല. ഇതേ സമയം മഹേഷിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദ്യം മിസ്സിങ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആദിനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മഹേഷ് പറയുന്നുണ്ട് അവരുടെ കൂടെ നല്ല കൊച്ച്, പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് തുറന്ന് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം മഹേഷിന് മനസ്സിലാവാണ് ആദ്യം മിസ്സിങ് ആണെന്നുള്ള കാര്യം. അങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് രചനനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മഹേഷ് ഒന്ന് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട് എന്നെ എങ്ങനെയെങ്കിലും തീർക്കണം, എന്നെ തോൽപ്പിക്കണം എന്ന് മാത്രമേ ആകാശിനുള്ളൂ, അതുകൊണ്ട് ആകാശ് ആദിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രചനയ്ക്കിനി ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്, ഇനി എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ. ഇതേ സമയം നമ്മൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് പുറത്തൊക്കെ ചുറ്റാൻ ഇറങ്ങുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആകാശിനെയും രചനനെയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മനസ്സിലൂടെ ചെറിയ ചെറിയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അവർ അതിനെ കാണുന്നതായിട്ടൊന്നും പ്രമോല് കാണിക്കുന്നില്ല. ആദ്യം അവർ കണ്ടിട്ട് നിൽക്കുന്നുണ്ട്. അവരെ കണ്ട് പെട്ടെന്നൊരു ഷോക്ക് പോലെ നോക്കിയിട്ട് ഇങ്ങനെ എന്തോ ഒരു ഓർമ്മ വന്നതുപോലൊക്കെ നിൽക്കുന്നതായിട്ട് പ്രമോല് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.